അനുമോളതാ കാല് പിടിച്ച് അപ്പാനിയോട് മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. സന്തോഷമായല്ലോ? അനുമോൾ ഹേറ്റേഴ്സിന് സന്തോഷമായല്ലോ? അനുമോൾ പ്രേമികൾക്ക് എന്താണ് ഇനി പറയാനുള്ളത്? എന്നാ ഞാൻ പറഞ്ഞുതരാം. അനുമോൾ മാപ്പ് പറഞ്ഞിരിക്കുന്നത് വേറൊന്നിനും അല്ല, ബിൻസിയുടെ പേര് എന്തായാലും എലിമിനേറ്റഡ് ആയി. ബിൻസിയുടെ പേര് അവിടെ വലിച്ചിഴച്ചതിന്റെ പേരിലുള്ള മാപ്പ് പറച്ചിലായിരുന്നു നടന്നത്. അതിനകത്ത് ആദില വളരെ ഡീസന്റ് ആയിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഒരുമാതിരി ഡബിൾ സ്റ്റാൻഡ് കളിക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ രണ്ട് കൂട്ടരുടെയും ഭാഗം കേൾക്കുന്ന ഒരാളാണ് ആദില. നൂറയ്ക്ക് ആ ഒരു പക്വതയില്ല. പക്ഷെ ആദില കറക്റ്റ് ആയിട്ട് രണ്ട് സൈഡും കേൾക്കും. നീ ഈ ചെയ്തത് ശരിയാണ്, നീ ഈ ചെയ്തത് തെറ്റാണ് എന്ന് പറയാനുള്ള ഒരു തൻ്റെ ഇടം ആദിലയ്ക്കുണ്ട്. പക്ഷെ ഓവറായിട്ട് റിയാക്ട് ചെയ്യാത്ത ഒരാൾ കൂടിയാണ് ആദില. ആദില വന്നിട്ട് ശൈത്യയും അനുമോളും സംസാരിച്ചിരിക്കുന്നതിന്റെ ഇടയിൽ വന്നിട്ട് പറയുന്നുണ്ട്, നീ എന്തിനാണ് ഇത്രയും അങ്ങോട്ട് ആക്റ്റീവായിട്ട് അത്രയും പറഞ്ഞ എന്തിനാണ്? ബിൻസി ഇവിടുന്ന് പോയതാണ്, എവിക്റ്റ് ആയി പോയ ഒരാളാണ്, അതിനെക്കുറിച്ച് പറഞ്ഞ എന്തിനാണെന്നൊക്കെ വന്നിട്ട് ഇങ്ങനെ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു അനുമോളോട്. അപ്പൊ അനുമോള് പറഞ്ഞു, ഞാനത് സോറി പറയാം, പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവരെല്ലാരും കൂടെ എന്നെ എടുത്തിട്ട് കൊല്ലും എന്നൊക്കെ അനുമോള് പേടിച്ച് പറയുന്നുണ്ട്. അപ്പം അനുമോള് തന്നെ പിന്നെയും പറയുന്നുണ്ട്, അതായത് അപ്പാനി ചേട്ടനോട് ഞാൻ അത് പറഞ്ഞത് എനിക്കങ്ങ് പേടിയായി പോയി, എല്ലാവരും കൂടെ എൻ്റെ അടുത്തോട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ പേടിച്ചു പോയി എന്നൊക്കെ അനുമോൾ അവിടെ പറയുന്നുണ്ട്. അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആദില ഇതെനിക്ക് അഡ്വൈസ് ചെയ്യുന്നത്, അതായത് ആ ബിൻസിയുടെ പേരൊക്കെ എടുത്തിട്ടത് ശരിയായില്ല, പിന്നെ നിനക്ക് എന്താണ്, നീ എന്തിനാണ് ഇങ്ങനെ എപ്പോഴും ഒരാൾ കിച്ചണിലോട്ട് വരുമ്പോൾ നീ എന്തിനാണ് ഇത്ര പ്രശ്നം ഉണ്ടാക്കുന്നത്, മുമ്പുള്ള കിച്ചൺ ടീമിലൊക്കെ ഇത് സംഭവിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ ആദില ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഉത്തരവും ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു, അതിന്റെ ഉത്തരവും വേറൊന്നും അല്ല. അങ്ങനൊരു തീരുമാനം കിച്ചൺ ടീം ഇത്തവണ എടുത്തിരുന്നു. അപ്പാനി ക്യാപ്റ്റൻ ആയിട്ടുള്ള കിച്ചൺ ടീമിൽ അനുമോളും ഒക്കെ ആയിട്ടാണ് ഈ ഒരു ടീമിൽ ഈ ഒരു തീരുമാനം എടുത്തത്, വേറെ ആരും കിച്ചൺ ടീമിലോട്ട് കയറാൻ പാടില്ല എന്ന്. അതിന് അനുമോള് മാപ്പ് പറഞ്ഞിട്ടില്ല. കാരണം അനുമോള് ഉറച്ചു നിൽക്കുന്ന ഒരു കാര്യമാണത്. പിന്നെ ജിസേൽ വരുമ്പോൾ ഉറപ്പായിട്ടും ജിസേലിനെ അവിടെ കാണുന്നത് അനുമോൾക്ക് ഇഷ്ടമല്ല. കാരണം കഴിഞ്ഞ ആഴ്ചയിൽ ജിസേലായിരുന്നു കിച്ചൺ ടീം, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ചപ്പാത്തിക്കള്ളി എന്നുള്ളൊരു പേര് അനുമോളിന് ഇനിയും പൊറുക്കാൻ സാധിച്ചിട്ടില്ല. അതിന്റെ പേര് ജിസേലിനെ നോമിനേറ്റ് ചെയ്തത് നമുക്ക് മനസ്സിലായി. അതുപോലെ ജിസേലും വെൽ പ്ലേഡ് ആണ്, ജിസേലും നന്നായിട്ട് തന്നെ ഗെയിം കളിക്കുന്നുണ്ട്. ജിസേലും പറയുന്നുണ്ടായിരുന്നല്ലോ നോമിനേഷനിൽ, തനിക്ക് ചുറ്റിപ്പറ്റി ഇത്രയും ബോയ് ഫ്രണ്ട്, അതൊരു സ്ലട്ട് ഷെയ്മിങ് ആണ്. അത് അനുമോള് പറഞ്ഞത് തെറ്റ് തന്നെയാണ്. അത് ജിസേലും പോയിന്റ് ഔട്ട് ചെയ്തു. ജിസേലിനും അനുമോൾക്കും നല്ലൊരു ഗെയിം അവിടെയുണ്ട്. പക്ഷെ ബാക്കി പിന്നാലെ നടക്കുന്ന ഈ പറയുന്ന ആണുങ്ങളൊക്കെ സത്യത്തിൽ ചുമ്മാ കഥയാണ്, ചുമ്മാ ഒരു കാര്യമില്ലാതെ പ്ലാൻ ഉണ്ടാക്കുകയാണ്. അവർക്ക് ഗെയിം കളിക്കാനല്ല, അവർ ഈ ഗെയിം കളിക്കുന്നവരുടെ ഗെയിം ഇങ്ങനെ കണ്ടുകൊണ്ട് അവരെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന വെച്ചാൽ പുറത്ത് നിന്ന് ഗെയിം കളിക്കുകയാണ് ബാക്കി ഈ ആണുങ്ങളൊക്കെ. ഗെയിം ഇറങ്ങി കളിക്കുന്നത് ജിസേലും അനുമോളും. ഇന്നിപ്പോ റെന ഫാത്തിമ ഈ ജിസേൽ ഒന്ന് അടങ്ങിയിരുന്നപ്പോഴത്തേക്കും ആ ഒരു ഗ്രൗണ്ടിൽ കയറി കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ശരി, നമ്മളൊക്കെ ഈ കിടന്ന് ചീത്ത വിളിക്കുമ്പോഴും ഞാൻ ഒരു കാര്യമേ പറയുന്നുള്ളൂ, അവസാനം ഇവരൊക്കെ ചിലപ്പോൾ അനുമോളും ജിസേലും ഒക്കെ ഇനി പോക ഇത്രയും 18 പേരും ഈ അവസാനം വരെ ഒന്നും പോത്തില്ലല്ലേ. അടുത്ത 2 ആഴ്ച കഴിയുമ്പോൾ ഓരോരുത്തർ പോയി പുതിയ വൈൽഡ് കാർഡ് എൻട്രീസ് വരും. അപ്പൊ ആൾക്കാർ മാറും. അങ്ങനെ വരുമ്പോഴത്തേക്കും ജിസേലും അനുമോളും ഒക്കെ തുടക്കം തൊട്ടേ ഉള്ളതാണ്, അവർ തമ്മിൽ കൂട്ടുകൂടിയാലോ. അപ്പൊ അതുകൊണ്ട് ശരിക്കും ഞാൻ പറയുന്നു, ഗെയിം കളിക്കുന്ന നല്ല രീതിയിൽ തൻ്റെ ഇടത്തോടെ സേഫ് ആയിട്ട്, അല്ലെങ്കിൽ പുറത്ത് അവരെന്ത് വിചാരിക്കും, അവരെന്നെ കുറിച്ച് നെഗറ്റീവ് പറയില്ലേ എന്നൊന്നും ചിന്തിക്കാതെ അവിടെ തോന്നുന്ന കണക്ക് കളിക്കുന്നവർ തന്നെ ജയിക്കട്ടെ. അവരെ നമ്മൾ കൂടുതൽ വലിച്ച് താഴെ ഇടാനോ അവരെ കുറിച്ച് കുറ്റം പറയാനോ പോകേണ്ട. പിന്നെ ബിൻസിയെ കുറിച്ച് അവിടെ അനുമോൾ സംസാരിച്ചത് നെഗറ്റീവായിട്ടല്ല, ബിൻസിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പാനിയെ അവിടെ തെറ്റ് പറയാൻ പറ്റില്ല. അത് ഞാൻ അന്ന് ശ്രദ്ധിച്ചൊരു കാര്യമാണ്. ഞാൻ അതിനെക്കുറിച്ച് വലിയ വീഡിയോ പറയാഞ്ഞത്, എനിക്ക് ഈ പറയുന്ന അവർ തമ്മിൽ ലവ് ട്രാക്ക് ആണോ, അവർ തമ്മിൽ എന്താണ്, ബിൻസി അപ്പാനി എന്താണ് എന്ന് ചോദിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഫാമിലിയാണ്, അതൊക്കെ കുടുംബമാണ്, ബാധിക്കും. അപ്പം ഈ ജിസേല് തമാശയായിട്ട് എടി ബിൻസിയെ എന്ന് പറഞ്ഞിട്ട് അപ്പാനിയെ കളിയാക്കിയ സംഭവമാണ്. ബിൻസി ഒരു ഫാദറിലെ ആ ഒരു ഫാദറായിട്ടോ അല്ലെങ്കിൽ ബ്രദറായിട്ടോ ആണ് അപ്പാനിയെ കണ്ടത്. ബിൻസിയുടെ ഭാഗത്തോ ഒന്നും ഒരു തെറ്റും ഇല്ല. അത് അങ്ങനെ തന്നെ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ അപ്പാനി ചേട്ടനെ അവസാനം ഈ എലിമിനേഷൻ ആയ സമയത്ത് നെവിനെ തള്ളി മാറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തർ ആ ഒരു സമയത്ത് വരുന്ന മാനസികാവസ്ഥ കൂടിയാണ് കേട്ടോ. പിന്നെ അപ്പാനിയുമായിട്ട് കുറച്ചുകൂടെ ഹഗ് ചെയ്യുകയും ഉമ്മ വെക്കുന്നു എന്നൊക്കെ പറയുന്നത് എനിക്കറിയില്ല, ഞാൻ അത്രയും ഡീപ്പായിട്ടൊന്നും അത് നോക്കിയില്ല. പക്ഷെ ഹഗ് ചെയ്യുകയൊക്കെ ചെയ്തു. അതെന്താ, നല്ലൊരു സുഹൃത്തിന്റെ അടുത്ത് നിന്ന് പോകുമ്പോൾ ഈ പറയുന്ന ഹഗ്ഗൊക്കെ നോർമലാണ്. അതിനകത്ത് ഇത്രയും ചീത്തപ്പേരുണ്ടാക്കേണ്ട കാര്യവും ഇല്ലായിരുന്നു. അപ്പോൾ ഏതായാലും ശരി, അതിന് ആ ഒരു ബിൻസിയുടെ കാര്യം അവിടെ പറഞ്ഞതിന്
അനുമോള് അപ്പാനിയുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അത് പുറത്തിനി എന്താകും, അല്ലെങ്കിൽ അത് എങ്ങനെയാകും, എന്തായാലും വിൻസി പുറത്തുണ്ടല്ലോ, അത് വേറെ ചർച്ചകളൊക്കെ ആവുന്നെങ്കിൽ അത് പുറത്താകട്ടെ. ബിഗ് ബോസിനകത്ത് ഇത്രയുമാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയേച്ചു വരാം. ബൈ.